നമസ്കാരം. ബി ജെ പിയുടെ രഹസ്യ താരപ്രചാരകൻ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തുകയാണ്. കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള പ്രചാരണത്തിനാണ് അദ്ദേഹം എത്തുന്നതെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പുകളും വിവരങ്ങളും നമ്മളോട് പറയുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി കാലാകാലങ്ങളായി ബി ജെ പിയുടെ രഹസ്യ താരപ്രചാരകനാണ് എന്നുള്ളത് പരക്കെ ഭാരതം മുഴുവൻ അംഗീകരിച്ച, കേരളത്തിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഭാരതം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു പരസ്യമായ രഹസ്യമാണ്. വെറുതെ പറയുന്നതല്ല. കാരണം ഏതാണ്ട് 100ഓളം തിരഞ്ഞെടുപ്പുകൾ നയിച്ച് കോൺഗ്രസിനെ ഇപ്പോൾ ഏതാണ്ട് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയില്ലാതെ ഭാരതത്തിൽ ഒരിടത്തും നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കഴിവല്ല. അത് നേതൃസ്ഥാനത്ത് നിന്ന് വഹിച്ച് ആ കഴിവ് പ്രകടിപ്പിച്ച് ആ ബാധ്യത ഏറ്റെടുത്ത്, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കോൺഗ്രസിനെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചതിൽ രാഹുൽ ഗാന്ധിയുടെ പങ്ക് ചെറുതല്ല എന്നല്ല, രാഹുൽ ഗാന്ധിക്കാണ് പ്രധാന പങ്ക്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരിയും അളിയനും ഒക്കെ അദ്ദേഹത്തിന് എന്താ പറയുക, ക്രിയാത്മകമായിട്ടുള്ള പിന്തുണ ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാലും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചതും തൻ്റെ കഴിവുകൾ നാട്ടുകാരുടെ മുമ്പിൽ പ്രകടിപ്പിച്ച് ഭാരതീയരുടെ മനസ്സിൽ ഒരു ചിരപ്രതിഷ്ഠ നേടി പല ഇരട്ടപ്പേരുകളും സ്വന്തമാക്കി. അതിൽ പ്രധാനമായി പപ്പു എന്നൊരു ഇരട്ടപ്പേര് വളരെ പ്രസിദ്ധമാണ്. അത്തരത്തിലുള്ള അദ്ദേഹം തന്നെ ലോക്സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പപ്പുവാണ്, ഞാൻ പപ്പുവാണ്, ഞാൻ പപ്പുവാണ് എന്ന് 3 തവണ ശപഥം ചെയ്യുന്നത് പോലെ അദ്ദേഹം ആ പേര് സ്വീകരിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പേര് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി. നോർത്ത് ഇന്ത്യയിലൊക്കെ ഭാരതത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ അതിർത്തി വിട്ടുകഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യയിലെന്നല്ല, കേരളത്തിൻ്റെ ഒരു അതിർത്തി വിട്ടുകഴിഞ്ഞാൽ പൊതുവെ ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 മുതൽ ഓരോ വർഷവും റീലോഞ്ച് ചെയ്ത് പരാജയപ്പെട്ട ഒരു റോക്കറ്റിന് സമാനമാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു കരിയർ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ യാത്ര എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ. അത് ഏറെക്കുറെ സത്യവുമാണ്. കാരണം ഇതിനോടൊപ്പം ഒരു ചിത്രം ചേർക്കുന്നുണ്ടൊന്ന് ശ്രദ്ധിക്കുക. കാരണം 2010 മുതലുള്ള പല മാഗസിനുകളുടെ മുഖചിത്രങ്ങളാണ്. രാഹുൽ ഗാന്ധി ഇതാ തിരിച്ചു വരുന്നു, വന്നു കഴിഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള പുനർപ്രവേശം, ഇതൊരു പുതിയ രാഹുൽ ഗാന്ധിയാണ്. 2010 മുതൽ ഓരോ വർഷവും പ്രത്യേകമായിട്ട് ഇമേജ് മേക്ക് ഓവർ ചെയ്ത് പ്രതിച്ഛായയൊക്കെ നല്ല പുട്ടിയൊക്കെ ഇട്ട് വെളുപ്പിച്ച് അദ്ദേഹത്തെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടു നിർത്തും, അല്ലെങ്കിൽ ജനങ്ങളുടെ മുൻപിലേക്ക് കോൺഗ്രസ് പാർട്ടി അവതരിപ്പിക്കും. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച് ബി ജെ പിയുടെ രഹസ്യ താര പ്രചാരകൻ എന്നുള്ള തൻ്റെ രഹസ്യ ദൗത്യം അദ്ദേഹം വളരെ ക്രിയാത്മകമായി തന്നെ നിർവഹിച്ചിട്ട് പോകും. തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രസിദ്ധമായ നിലയിൽ പരാജയപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. പലരും പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വൻ വിജയമാണ് അതെന്നുള്ളതാണ്. കൃത്യമായിട്ട് കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് 99 100 സീറ്റുകളാണുള്ളത്. കോൺഗ്രസ് പാർട്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഇന്ത്യ മുന്നണി എന്നുള്ളൊരു സഖ്യമുണ്ട്. അതാണ് പ്രതിപക്ഷമെന്നാണ് വെപ്പ്. ആ പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി ലോക്സഭയിൽ. ആ ഇന്ത്യ മുന്നണിയുടെ മൊത്തം സീറ്റ് എത്രയാണ് ലോക്സഭയിലെന്ന് ചോദിച്ചാൽ 230 ബി ജെ പിയുടെ സീറ്റുകൾക്ക് തുല്യം പോലും എത്തുന്നില്ല. ബി ജെ പിയുടെ സഖ്യകക്ഷികളുടെ കാര്യം വിടൂ, എൻ ഡി എ മുന്നണിയുടെ കാര്യം വിടൂ, ബി ജെ പിയുടെ സീറ്റുകളുടെ അത്രയും പോലും എത്തുന്നില്ല. 230 കണക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. 230 ബി ജെ പിയുടെ സീറ്റ്, അതിൽ നിന്നും കുറവാണ് ഇന്ത്യ മുന്നണിയുടെ സീറ്റുകളുടെ എണ്ണം. സീറ്റ് നില ഇത്രത്തോളം പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് രാഹുൽ ഗാന്ധിയുടെ വൻ വിജയമെന്നുള്ള തരത്തിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരെ ആഘോഷിക്കുവാൻ നിർബന്ധിതരാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ഒരു താരപ്രചാരകനാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അവിടെ ചെറിയൊരു തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും സത്യമാണ്. എന്നിരുന്നാലും രാഹുൽ ഗാന്ധി തൻ്റെ കൃത്യം നിർവഹിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതിനുശേഷം നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പരിഹരിച്ചു നൽകി. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ കൃത്യമായി കോൺഗ്രസ് തിരിച്ചു വരും എന്നുള്ളൊരു വികാരം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിലനിന്നിരുന്ന അവസരത്തിൽ കൃത്യമായി പരാജയപ്പെടുത്തി കയ്യിൽ കൊടുത്തു. ബി ജെ പിയുടെ നയങ്ങളെല്ലാം കാരണമാണ്, ഇതെല്ലാം സത്യമാണ്. എന്നിരുന്നാൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഒരു പങ്കിനെ നാം അവഗണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹം ഒരു താരപ്രചാരകനായി ബി ജെ പിക്ക് വേണ്ടി രഹസ്യമായി പ്രവർത്തിക്കുകയാണ്. ദുരന്തർ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ഇനി പറയാൻ പോകുന്ന റെഫറൻസ്. അദ്ദേഹമാണ് ബി ജെ പിയുടെ ദുരന്തർ. കോൺഗ്രസ് എന്ന പാകിസ്ഥാനിലേക്ക് ബി ജെ പി എന്ന ഭാരതം അയച്ചിരിക്കുന്ന ദുരന്തർ.
അദ്ദേഹമാണ് എന്നാണ് BJP പ്രവർത്തകർ തന്നെ അവകാശപ്പെടുന്നത്. അത് ഏറെക്കുറെ സത്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും മുൻകാല ചരിത്രവും തെളിയിക്കുന്നു നമ്മളോട്. ഇനി കേരളത്തിലേക്ക് വരാം. അദ്ദേഹം താരപ്രചാരകനായി കോൺഗ്രസ്സിന് വേണ്ടി, BJPയുടെ താരപ്രചാരകനായി കോൺഗ്രസ്സിന് വേണ്ടി കേരളത്തിലെത്തുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ രാഹുൽ ഗാന്ധി നൽകിയ ഒരു നേട്ടം BJPക്ക് അദ്ദേഹത്തിന് കേരളത്തിൽ നൽകുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം കേരളത്തിലെ ജനത പ്രബുദ്ധരാണ്. പ്രബുദ്ധരെന്ന് പറഞ്ഞാൽ എജ്ജാതി പ്രബുദ്ധരെന്ന് ട്രോളന്മാർ ചോദിക്കില്ലേ? എജ്ജാതി പ്രബുദ്ധരെന്ന് ചോദിച്ചാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭാരതം മുഴുവൻ കോൺഗ്രസ്സിനെ തൂത്തുവാരി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ സമയത്ത് 110 സീറ്റുകൾ നൽകി കോൺഗ്രസ്സിനെ വിജയിപ്പിച്ച പ്രബുദ്ധരായ ജനതയാണ് കേരളത്തിലേത്. തീർന്നില്ല. ഒരു ഭാരതം മുഴുവൻ BJP തരംഗം ആഞ്ഞടിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കുന്നു, തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 19 സീറ്റ് കോൺഗ്രസ്സിന് നൽകിയ ജനതയാണ് കേരളത്തിലേത്. അടിസ്ഥാനപരമായിട്ട് ഞാൻ പലപ്പോഴും പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, ഈ സ്മൃതിഭ്രംശം വളരെ അധികമുള്ള, അല്ലെങ്കിൽ സ്മൃതിഭ്രംശം എന്ന രോഗം വളരെയധികം ബാധിച്ചൊരു ജനതയാണ് കേരളത്തിലേത്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് UAE പോലൊരു രാജ്യം കേരളത്തിന്, ഭാരതത്തിനല്ല കേരളത്തിന് 700 കോടി രൂപ സഹായമായി നൽകുവാൻ പോകുന്നു, അല്ലെങ്കിൽ UAE പോലുള്ള ഒരു രാജ്യം ഇത്തരത്തിലൊരു സഹായം 700 കോടി രൂപ, തുകയും കൃത്യമായിട്ടാണ് പറഞ്ഞത്, 700 കോടി രൂപ കേരളത്തിന് സഹായധനമായി നൽകുവാൻ പോകുന്നു എന്നുള്ള നുണ പറഞ്ഞു കഴിഞ്ഞാലും ഈ നുണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെയൊക്കെ സ്മൃതിയിൽ നിന്നും മറഞ്ഞു പോകും, അല്ലെങ്കിൽ മാഞ്ഞു പോകും. ഈ ഒരു സ്മൃതിഭ്രംശം ബാധിച്ച കേരള ജനതയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ താരപ്രചാരകനായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയും ആഴവും മനസ്സിലാക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് സംശയം. അതുകൊണ്ട് തന്നെ BJPക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഫലം കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉടനെ ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ്. അത് രാഹുൽ ഗാന്ധിയുടെ കുറ്റമായിട്ട് BJPക്കാർ ദയവ് ചെയ്ത് കാണരുത്. അദ്ദേഹത്തിൻ്റെ കൃത്യങ്ങൾ അല്ലെങ്കിൽ കർമ്മം വളരെ ക്രിയാത്മകമായും കാര്യക്ഷമമായും നിർവഹിക്കുന്നുണ്ട്. ഇത് കേരള ജനതയുടെ കുഴപ്പമാണ്. കാരണം ഇതൊന്ന് തിരിച്ചറിയുവാനായിട്ട് കേരള ജനത എപ്പോഴും ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ബാധ ഉള്ളത് കൊണ്ടുകൂടിയായിരിക്കണം. കാരണം എല്ലാ കാര്യത്തിലും ഒരു 10-20 കൊല്ലം പുറകോട്ടാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രീതികൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്ത് കാര്യത്തിനെയും കണ്ണുമടച്ചങ്ങ് എതിർക്കും. പിന്നെ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ആ കാര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരവരായി മാറും. കമ്പ്യൂട്ടർ ആണെങ്കിലും ട്രാക്ടർ ആണെങ്കിലും ATM മെഷീൻ ആണെങ്കിലും, ഇതെന്ത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇന്ന് എതിർക്കും, ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ആ സാങ്കേതിക വിദ്യകളുടെ പ്രചാരകരായിട്ട് മാറും. കാരണം ഏറ്റവും സമീപകാലത്തുണ്ടായ ഉദാഹരണം ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള നരേന്ദ്രമോദിയുടെ ആശയമാണ്. ഇപ്പോൾ അന്ന് അതിനെ കണ്ണും പൂട്ടി എതിർത്താണ് ഡിജിറ്റൽ ഇന്ത്യയോ ഇതൊക്കെ നടക്കാൻ പോകുന്നു, ഡിജിറ്റൽ പേയ്മെൻറ്റ്, എല്ലാവരുടെ കയ്യിലും മൊബൈൽ പോലുമില്ല എന്ന് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ പരിഹസിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരത് ഏറ്റുപാടി തെരുവ് നീളെ അത് ഒരു BJPക്കെതിരെയുള്ള പരിഹാസ ശരങ്ങൾ ഉതിർക്കുവാൻ ഉപയോഗിച്ചിരുന്നു. അവർ തന്നെ ഇന്ന് കേരളം ഡിജിറ്റലാകുന്നു, സ്മാർട്ടാകുന്നു എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അംബാനിയെ കുറ്റം പറയും. ജിയോ പോലുള്ള ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ധാരാളമായി ഉപയോഗിക്കുകയും ചെയ്യും. ഒരു കെ ഫോണിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം 1,80,000 കണക്ഷനുകൾ കൊടുത്തു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സർക്കാർ അവകാശപ്പെടുന്നത്. ഇതെവിടെ കൊടുത്തു എന്നുള്ളത്, കെ ഫോണിൻ്റെ കണക്ഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കണക്ഷൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു വേഗതയും ഒക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ഒപ്പം അറിയിച്ചാൽ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്രദമായിരിക്കും, വിജ്ഞാനപ്രദമായിരിക്കും. ഇപ്പോൾ കെ ഫോണിൻ്റെ കണക്ഷൻ എടുക്കുവാനുള്ള രീതികളും കൂടി ഒന്ന് കൃത്യമായിട്ട് വിശദീകരിക്കണം. കെ ഫോൺ വീട്ടിലുണ്ടെന്ന് അവകാശപ്പെടുന്നവർ ദയവ് ചെയ്ത്. ഇനി രാഹുൽ ഗാന്ധിയിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഈ കേരള ജനതയുടെ കാര്യം പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു സ്മൃതിഭ്രംശം ബാധിച്ചൊരു ജനതയാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ബാധ ഏതാണ്ട് എല്ലാ കേരളീയരുടെയും മനസ്സുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു 20 കൊല്ലങ്ങൾ എടുക്കും ഒരു കൃത്യതയോടുകൂടി കാര്യങ്ങൾ തിരിച്ചറിയുവാനെന്നുള്ളൊരവസ്ഥയിലാണ് മലയാളി. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, മലയാളിയെ അടച്ചു കുറ്റം പറയുമ്പോൾ ഞാൻ എന്നെ ഒഴിവാക്കിയല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള മലയാളി സമൂഹത്തിൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കുമാരനാശാൻ്റെ ദുരവസ്ഥയല്ല. കുമാരനാശാൻ ഒരു ദീർഘദർശിയായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ആ കവിതയ്ക്ക് ആ പേരിട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലബാർ കലാപത്തെ സംബന്ധിച്ച് മാത്രമല്ല, മലയാളിയുടെ പൊതുവെയുള്ള ഒരവസ്ഥയെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനം പോലെയാണ് ആ കവിത എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അത്തരത്തിലൊരു ദുരവസ്ഥയിലാണ് നാം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു കഴിവും കാര്യക്ഷമതയും BJPക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിലെ അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളിലെ ആത്മാർത്ഥതയും തിരിച്ചറിയുവാൻ മലയാളിക്ക് ഇനിയും സമയം വേണ്ടി വരുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു വിശകലനം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം കൊണ്ട് BJPക്ക് വലിയ ഗുണമൊന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. BJPയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ മറുവശത്തുണ്ടാവുകയും ചെയ്യും.
എന്തായാലും BJPയുടെ രഹസ്യ താരപ്രചാരകനായ രാഹുൽ ഗാന്ധിയെ നമുക്ക് കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യാം, സഹർഷം സ്വാഗതം ചെയ്യാം. നമുക്ക് ചിരിക്കുവാനുള്ള ഒരുപാട് വകകൾ പതിവ് പോലെ അദ്ദേഹം നൽകട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.